ഷൈനി ജാക്സൻ്റെ സാക്ഷ്യം, ടീച്ചറിൻ്റെ സാക്ഷ്യം. ടീച്ചറിൻ്റെ സാക്ഷ്യം എന്താണ് നമ്മൾ കേട്ടത്? അവർക്ക് അടിവയറ്റിൽ ഗർഭപാത്രത്തിൽ ഒരു സിസ്റ്റ് വളരുകയാണ്. അപ്പം അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളും അവരനുഭവിക്കുന്ന മഹാസങ്കടങ്ങളെല്ലാം ടീച്ചർ അതിമനോഹരമായിട്ട് വിശദീകരിച്ചു. അതിനുശേഷം എന്താണ് ദൈവികമായ ഇടപെടൽ മുഹൂർത്തം, എന്താണ് അതിനുള്ള ഉടമ്പടി കണക്ഷൻ, എന്താണ് ശരിക്കും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി വിധി പ്രകാരം ദൈവം നമ്മളെ സഹായിക്കുന്ന കുറേ പ്രാർത്ഥനാ രീതികളുണ്ട്. ഉടമ്പടി ചെയ്തതിന് ശേഷം ടീച്ചർ ആരാധന കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാവരും ആരാധന കൂടുമ്പോൾ അച്ഛൻ അൾത്താരയിൽ നിന്ന് എന്നാ പറഞ്ഞത്? അടിവയറ്റിൽ വേദനയുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയുടെ രീതിയാണ്. ശരീരഭാഗങ്ങളിൽ കൈവച്ച് ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും മുതിർന്ന ഭൃത്യനെ വിടുമ്പോൾ തുടയുടെ അടിയിൽ കൈവച്ച് ആണ് ഉടമ്പടി ചെയ്യിക്കുന്നത്. എന്നിട്ട് എബ്രാഹാം പറയും, ഞാൻ നിന്നെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കുന്ന 2 കാര്യം എന്താണ്? ഒന്ന്, ഈ നാട്ടിൽ നിന്ന് ദൈവത്തെ അറിയാത്തവരെ നീ എൻ്റെ കുടുംബത്തിലേക്ക് പങ്കാളിയായി കൊണ്ടുവരത്തില്ലെന്ന് നീ ഉടമ്പടി ചെയ്യണം. നിബന്ധനയാണത്. നമ്മൾ ഉടമ്പടി, മരിയൻ ഉടമ്പടി ചെയ്യുമ്പോഴും അത് നമ്മൾ ഉടമ്പടി ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിൽ നിരക്കാത്തതും വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യത്തില്ലെന്ന് ഉടമ്പടി ചെയ്യും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ആടെ നാമത്തിലാണ് ചെയ്യണത്. ആദ്യം എബ്രാഹാം ഭൃത്യനുമായിട്ട് ചെയ്യണത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉടമ്പടി പ്രകാരം ധ്യാനിക്കുന്നത്. എന്താണ് എബ്രാഹാം പറയണത്? ആകാശത്തിൻ്റെയും പറഞ്ഞേ ഭൂമിയുടെയും ഉടയവനായ ദൈവനാമത്തിലാണ് ഞാനീ സത്യം ചെയ്യിക്കുന്നത് എന്നാണ് എബ്രാഹാം പറയണത്. വെറുതെ ദൈവനാമത്തിൽ എന്നല്ല പറയണത്. ഉടമ്പടി ചെയ്യുമ്പോഴെപ്പോഴും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും, അതാണ് ഉൽപ്പത്തി 24:3. ആകാശം എന്ന് പറയുന്നത് എന്താണ്? സമയം. ഭൂമി എന്താണ്? സ്ഥലം. ദൈവത്തെ മനുഷ്യൻ ഓർക്കുമ്പോൾ സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലുമുള്ള ഉടയവനായിട്ടാണ് ഓർക്കുന്നത്. ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് പോണത്. അതുകൊണ്ടാണ് കൊച്ചുരേശിയ സാക്ഷ്യം, നെന്മാറ സാക്ഷ്യം പറഞ്ഞപ്പോൾ 35 വയസ്സുള്ള മകനാ. 35 വയസ്സുള്ള മകൻ ഉടമ്പടി എടുത്ത 35 ദിവസത്തിനുള്ളിൽ അവൻ്റെ വിവാഹ തടസ്സം മാറുകയാണ്. സമയത്തിലാണ് ചുരുക്കം സംഭവിക്കുന്നത്. ഉടമ്പടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ 36, 37, 38 വയസ്സായിട്ടൊക്കെ നീണ്ടുപോകും. സമയച്ചുരുക്കം സംഭവിക്കും ഉടനെ. കാര്യം എന്താണ്? സമയം. ആകാശത്തിൻ്റെ മേലുണ്ട് ഉടയവൻ്റെ പേരിലാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. മരിയൻ ഉടമ്പടി അങ്ങനെയാണ്. സമയമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷയം നടക്കണമെങ്കിൽ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോഴും നമ്മുടെ ആവശ്യത്തിനൊന്നും വേണ്ട ആ സമയത്ത് ദൈവിക ഇടപെടലിൻ്റെ സമയമല്ല എന്നുണ്ടെങ്കിൽ സമയത്തെ അനുകൂലമാക്കി എടുക്കണം, ചുരുക്കിയെടുക്കണം. അതിനെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യണം. നമ്മുടെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും സമയച്ചുരുക്കത്തിന് വേണ്ടിയുള്ളതാണ്. കൃപാ അഭിഷേകത്തിന് വേണ്ടിയുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവികമായ ഇടപെടലിനുള്ളതാണ്. അതുകൊണ്ടാണ് കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് കൗൺസിലിനെ വെച്ച് ഞങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക സ്ഥിതി, ആത്മസ്ഥിതിയെ വിലയിരുത്തുന്നത്. അത് വളരെ ഗൗരവതരമായൊരു വിഷയമായതുകൊണ്ട് അത് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രശ്നമാണ്. കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ഥലത്തിൻ്റെ മേലും, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ,
ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. കർത്താവിൻ്റെതാണ്. സമയം കർത്താവിൻ്റെതാണ്, സ്ഥലവും കർത്താവിൻ്റെതാണ്. 89-ാം സങ്കീർത്തനമില്ലേ, 11-ാമത്തെ വാക്യം. ആകാശം കർത്താവിൻ്റെതാണ്, സമയം അതായത് കർത്താവിൻ്റെതാണ്, സ്ഥലവും ഭൂമിയും കർത്താവിൻ്റെതാണ്. ഈ സ്ഥലത്തിലും സമയത്തിലും ദൈവിക ഇടപെടൽ വിശ്വാസി അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ സമയങ്ങൾ ആനന്ദിക്കണത്, നമ്മുടെ സ്ഥലങ്ങളും ആനന്ദിക്കും. അതാണ് സങ്കീർത്തനം പറയുന്നത് 96:11. ആകാശം ആനന്ദിക്കട്ടെ എന്ന് പറയും. ആകാശം ആനന്ദിക്കട്ടെ പറഞ്ഞ്, ഭൂമി ആനന്ദിക്കട്ടെ. അപ്പോഴും സമയവും അതിൻ്റെ സ്ഥലങ്ങളും അതിൻ്റെ സാധ്യത എന്താണ്? ആനന്ദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോരോ സമയത്ത് ജോലി കിട്ടുമ്പോൾ, ഇപ്പോൾ 12 വർഷങ്ങളായിട്ട് കാനഡ PR വേണ്ടി ശ്രമിക്കുകയും അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരു ആനന്ദമുണ്ടാകും. അവരുടെ സമയം സന്തോഷിക്കും, അവരുടെ ആകാശം ആനന്ദിക്കും, അവിടെ ഭൂമി ആനന്ദിക്കും. ആകാശത്തിനും ഭൂമിക്കും ആനന്ദിക്കാനുള്ള വ്യത്യസ്തങ്ങളായ മേഖലകൾ പറയും. വനവൃക്ഷങ്ങൾ ആനന്ദിക്കട്ടെ, വയലേലകൾ ആനന്ദിക്കട്ടെ എന്ന് പറയും. എന്ന് വെച്ചാൽ ജീവിത ചുറ്റുപാടുകളെല്ലാം, നമ്മുടെ പ്രകൃതികളെല്ലാം എന്താണ്? ദൈവികമായ ഇടപെടൽ വരുമ്പോൾ ആനന്ദിക്കാനുള്ളതാണ്. ആനന്ദം ഒരു അനുഭവമായി നൽകണതും വാഗ്ദാനം നൽകണതും കർത്താവിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നാണ്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. പരമ ദിവ്യകാരുണ്യത്തിന് ടീച്ചറിൻ്റെ നിർബന്ധം എന്തായിരുന്നു? ഓപ്പറേഷൻ നടത്തരുത്. അതിനവർ പറഞ്ഞ കാര്യം എന്താ? ഓപ്പറേഷൻ നടത്തിയാൽ വീണ്ടും 90 ദിവസത്തെ ചികിത്സ. കുഞ്ഞുങ്ങൾക്ക് 10ാം ക്ലാസ്സാണ്, അവിടെ പഠനത്തെ വളരെ ജെനുവിൻ റീസണാണ്. ഈ ജെനുവിൻ റീസൺ നമ്മുടെ കാര്യത്തിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു കാര്യം ദൈവത്തിരുസന്നിധി വെച്ചാൽ ദൈവം രക്തം ഇല്ലാതെ, രക്തം പൊടിയാതെ ഓപ്പറേഷൻ ചെയ്യും. ആരാധനയും നടക്കുന്നത് അതാണ്. അവരെന്നാ പറഞ്ഞത്? കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ പറിച്ചെടുക്കണ പോലെ ഒരു ഡെലിവറി പെയിൻ എന്നാണ് അവർ പറഞ്ഞത്. പ്രസവവേദന പോലൊരു വേദന ഞാൻ അനുഭവിച്ചുവെന്ന്. എന്താ കാര്യം? അമ്മ മാതാവ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അവിടെ സിസ്റ്റ് ഗർഭാശയത്തിൽ നിന്ന് പറിച്ച് മാറ്റുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ. ഒരു തുള്ളി രക്തം പൊടിയാതെ ഈ ഹോളിൽ ആരാധന സമയത്ത് ഓപ്പറേഷൻ നടക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. നിങ്ങളുടെ എന്തിനാണ് അച്ഛൻ നിങ്ങളെ ഇവിടെ വിളിച്ച് വരുത്തുന്നത്? ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി എടുത്തവർ വന്ന് ആരാധന കൂടണമെന്ന് ഈ സാക്ഷ്യം നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ, ഈശോ നേരിട്ട് എഴുന്നള്ളിയിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ പുള്ളിങ് പവർ വർദ്ധിക്കണം. വിശ്വാസത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ കാര്യങ്ങൾ, അടയാളങ്ങൾ കാണുന്തോറും കേൾക്കുന്തോറും വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയണത്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ചില കാര്യങ്ങൾ നിറവേറണമെങ്കിൽ, ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് അടയാളങ്ങൾ കാണിക്കണത്. ദൈവം അങ്ങനെ ചെയ്യണത്. കാര്യം ഓരോ അടയാളങ്ങൾ കാണിച്ചപ്പോൾ കാനായിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ജനങ്ങളെ വിശ്വാസം വർദ്ധിച്ചു. എല്ലാവരും അവനിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ ഏറ്റവും വലിയൊരു മിഷനാണത്. എന്താണ്? എല്ലാവരും അവനിൽ വിശ്വസിക്കണം. അതാണ് മരിയൻ മിഷൻ. അതുകൊണ്ടാണ് നമ്മൾ മരിയൻ മിറക്കിളെല്ലാം ജനങ്ങൾക്ക് വിതരണം ചെയ്യണത്. എന്താണ്? അമ്മയുടെ ആഗ്രഹമാണത്. എന്താണ്? എല്ലാവരും അവനിൽ വിശ്വസിക്കണം. കർത്താവിനെ റീച്ച് ചെയ്യിക്കാനും കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരവസരം അമ്മ നോക്കി പ്രാർത്ഥിച്ച് നടക്കിയിരുന്ന. എപ്പോഴാണ് ഈശോ ആരാണെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പ്രഗ്നൻ്റായ നിമിഷം പറഞ്ഞത് എലിസബത്ത് പറഞ്ഞപ്പോഴേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് പറഞ്ഞപ്പോഴേ അമ്മയ്ക്കൊരു ആനന്ദമുണ്ടായി. എന്താ ആനന്ദമുണ്ടായത്?
എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മയ്ക്കറിയാം രക്ഷകനാണെന്നറിയാം. അതാണ് ലൂക്ക 1:47. എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോഴേ അമ്മ കർത്താവിനെ അനുഭവിച്ചത് രക്ഷകനായിട്ടാണ്. അന്ന് മുതൽ അമ്മയുടെ മനസ്സാണ് ഈ രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്തണമെന്ന്. അമ്മ രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്താൻ ഇടം കണ്ടതാണ് കാന. അമ്മ നിശ്ചയിച്ച സ്ഥലമാണത്, അമ്മ നിശ്ചയിച്ച സമയമാണത്. ആകാശ ഭൂമിയും ദൈവത്തിൻ്റെതാണെങ്കിലും അമ്മയ്ക്ക് ഒരു മധ്യസ്ഥ എന്ന നിലയിലെ ആ ദൈവ സ്വാധീനങ്ങളുടെ മേലെ സമയത്തെ സ്വാധീനിക്കാൻ, സമയത്തെ സ്ഥലത്തെ നിശ്ചയിക്കാൻ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയത്തെ നിശ്ചയിക്കാൻ ഒരു മധ്യസ്ഥ എന്ന നിലയിൽ, ഒരു സഹമധ്യസ്ഥ എന്ന നിലയിൽ അമ്മയ്ക്ക് മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അടയാളങ്ങളുടെ പുസ്തകം ആരംഭിച്ചുകൊണ്ട് ആദ്യത്തെ അടയാളം ലോകസമക്ഷം യേശു രക്ഷകനാണെന്നുള്ള സൂചനയും സത്യവും വെളിപ്പെടുത്തുന്നത്. കൈ അടിച്ച് കർത്താണ് ചൊല്ലി. പരമദിവ്യകാരുണ്യത്തിന് അമ്മയുടെ ആനന്ദം, യേശുവിനെ ലോകത്തിനെ കൊടുക്കുമ്പോൾ ആനന്ദം എന്താണ്? അമ്മ ആനന്ദിക്കുന്നത് രക്ഷകനായ ദൈവത്തിലാണ്. രക്ഷകനായ ദൈവത്തിൽ എല്ലാമുണ്ട്. പീഡാസകനമുണ്ട്, കുരിശുമരണമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, അമ്മ പീഡകളിലും ആനന്ദിച്ച ആളാണ്. രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് പറയുമ്പോൾ രക്ഷകനിലേക്ക് എത്തിച്ചേരണ ആ രക്ഷാനുഭവം ലോകത്തിൽ കൈമാറേണ്ടി വരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഒരു വിശ്വാസി ആനന്ദിക്കേണ്ടവനാണെന്നാണ് അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണത്. കൈ എടിച്ച് കിടത്താണല്ലേ ഇതിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ക്രിസ്തീയ ആനന്ദം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു തൊലിപ്പുറത്തെ ആനന്ദമല്ല. അത് ആന്തരികമായ ആനന്ദവും അഭിഷേക വിധിപ്രകാരം ലഭിക്കുന്നതാണ്. ദൈവത്തെ നീ അന്വേഷിച്ച് കഴിയുമ്പോൾ ഏത് സാഹചര്യത്തിൽ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, അമ്മ പുൽത്തൊട്ടിയിലെ ഉണ്ണീശനെ പ്രസവിച്ച രാത്രി ആരോരുമില്ലാതെ നോക്കാനും തിരക്കാനും പറയാനും അന്വേഷിക്കാനും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ അംശപിതാവിന് സ്ഥലം അറിയാൻ പറ്റാത്ത ഒരു പാതിരയുണ്ട്. അപ്പോഴും അമ്മയെ ആനന്ദിച്ചത് ആന്തരികമായ അഭിഷേകത്തിലാണ്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധമ്മേ, യേശുവിനെ ലോകത്തിന് കൊടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക അഭിഷേകം ഉണ്ടായതുപോലെ യേശുവിന് വേണ്ടി സകലത്തിൻ്റെ സാക്ഷികളാകുന്ന എല്ലാ മുഹൂർത്തങ്ങളിലും കൃപയുടെ അഭിഷേകം നൽകി ഞങ്ങളെ യഥാർത്ഥ സാക്ഷ്യത്തിൻ്റെ സന്തോഷത്താൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആദ്യത്തെ രക്തസാക്ഷ്യം, ആദ്യത്തെ വേദസാക്ഷ്യം ആരാണ്? പരിശുദ്ധ അമ്മയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി വചനത്തെ മാംസമാക്കി ലോകത്തിന് കൈമാറുന്ന വലിയ രക്ഷാകര സംഭവം ആദ്യം വചനം സ്വീകരിച്ചതും വചനം വളർത്തി ഉദരത്തിലും ഹൃദയത്തിലും നിറച്ച് പക്വമാക്കി ലോകത്തിലേക്ക് കൈമാറിയതിൻ്റെ പിന്നിലെ അമ്മ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും വേദസാക്ഷികളുടെയും രക്തസാക്ഷികളുടെയും സന്തോഷമാണ്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധമ്മേ, യേശുവിനെ ലോകത്തിന് കൊടുക്കാനുള്ള ആദ്യത്തെ രക്തസാക്ഷിയുടെയും ആദ്യത്തെ വേദസാക്ഷിയുടെയും സന്തോഷം അനുഭവിച്ച അതേ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലെ വിശ്വാസത്തിലെ ഇടറാതെ ദൈവസ്നേഹത്തോടെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അഭിഷേകത്തിൻ്റെ ആനന്ദത്താൽ ഞങ്ങൾ നിറക്കണമേ. ദിവ്യകാരുണ്യത്തിന് സാക്ഷികളുടെ ലോകം മുഴുവനും സകലം അനുഭവിക്കുന്ന ഒരു കാലമാണിത്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നൈജീരിയയിൽ കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ
ജയിലുണ്ടായിരുന്ന 12 സുവിശേഷ സാക്ഷികളെ തീവ്രവാദികൾ ചിരച്ഛേദം ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ ഒരു മീഡിയയും അത് റിപ്പോർട്ട് ചെയ്തില്ല. അതിനുള്ള ധൈര്യം അവന്മാർക്കില്ല. അതാണ് പ്രശ്നം. ധൈര്യത്തോടെ ഒരു മീഡിയ മാത്രമേ അത് പറഞ്ഞുള്ളൂ. ഇവിടെയെല്ലാം ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി പേടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു മാധ്യമ സമൂഹമാണ്. അതുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്യാതെ വന്നത്. നിരവധികൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡ അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം അമ്മയുടെ സഹനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി കിട്ടാൻ വേണ്ടി വിശ്വാസി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമാണ്. അതിൻ്റെ ആദ്യത്തെ ആനന്ദം ആത്മാവ് നിറച്ചത് അമ്മയുടെ ആത്മാവിലാണെന്ന് നമ്മൾ കണ്ടു. നമ്മളും അത്രയും സാക്ഷികളുടെ സന്തോഷം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴേ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ അപേക്ഷകൾ വെച്ചിട്ടുണ്ട് അല്ലേ? ജോലി, വീട്, വിവാഹം, സ്ഥലമില്ല. നിങ്ങൾ അതിനേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കണത്. അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകും എൻ്റെ കാര്യമെല്ലാം എൻ്റെ കർത്താവിൻ്റെ കാര്യമാണെന്ന്. നിൻ്റെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം കർത്താവിൻ്റെ കാര്യമായതുകൊണ്ടാണല്ലോ നമ്മൾ നിത്യത വരെ ജീവിക്കാൻ വേണ്ടി അവൻ കുറിച്ചെടുക്കേണ്ടി വന്നപ്പോൾ കുറിച്ച് വരെ എടുക്കാൻ അവൻ തയ്യാറായത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക എന്നല്ലേ ഈശോ പറഞ്ഞത് അല്ലേ? ബാക്കിയുള്ളത് ഉടമ്പടി നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നിയോഗങ്ങളെല്ലാം ചേർത്ത് നൽകും. അതാണ് മത്തായിയുടെ സുവിശേഷം 6:33. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ. ആദ്യം ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. ദൈവഭരണം വരട്ടെ. ദൈവഭരണം വരുമ്പോൾ ചേർത്ത് നൽകും. ദൈവഭരണം എന്താണ്? ബസലിയ തൗതൗതോൻ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. എങ്ങനെയാണ് കിങ്ഡം ഓഫ് ഗോഡ്? വേർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവം ഭരണം നടക്കുന്നത്? എവിടെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ പാലിക്കപ്പെട്ടുകൊണ്ട് ദൈവമഹത്വം നടക്കുന്നത്? എവിടെയാണ് ദൈവത്തിൻ്റെ മനസ്സ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഏറ്റെടുക്കുന്നത്? അപ്പോൾ ദൈവരാജ്യമായി. ദൈവരാജ്യം പുലർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. എല്ലാം ചേർത്ത് നൽകപ്പെടാറുണ്ട്. നിൻ്റെ വീട്, ജോലി, വിവാഹം, നിൻ്റെ പ്രൊമോഷൻ, നിൻ്റെ രോഗസൗഖ്യങ്ങളെല്ലാം ചേർത്ത് നൽകാനുള്ളതാണ്. എപ്പോഴാണ് നീ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ 6:9 മത്തായി സുവിശേഷത്തിലെ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പറഞ്ഞു തന്നത്. സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ദൈവരാജ്യം നമ്മൾ പുലരുമ്പോൾ ബാക്കിയെല്ലാം ചേർത്ത് നൽകുന്നതാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അമ്മ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ സാക്ഷി ആരാണ്? എസ്തപ്പാനോസാ. നമ്മൾ 26-ാം തീയതി എസ്തപ്പാനോസിൻ്റെ തിരുനാളാണ് ആഘോഷിച്ചത്. ആദ്യത്തെ രക്തസാക്ഷി. ആ മുഹൂർത്തത്തെ ബൈബിൾ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും. എന്താണ്? എസ്തപ്പാന് ചുറ്റും എല്ലാ ശത്രുക്കളും ഒരുമിച്ച് ആക്രമിക്കാൻ വേണ്ടി, അവൻ്റെ തലയെറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി കല്ലുകൾ പെറുക്കി എറിയാൻ തുടങ്ങുമ്പോഴേ ബൈബിള് കല്ലുകളെയല്ല നോക്കണത്, എസ്തപ്പാൻ്റെ മുഖത്തേക്കാണ് നോക്കണത്. എസ്തപ്പാൻ്റെ മുഖത്തേക്ക് ബൈബിൾ നോക്കിയിട്ട് പറയും, ഇപ്പോൾ എസ്തപ്പാനെ നോക്കിക്കേ, ഈ സാക്ഷിയെ നോക്കിക്കേ, കർത്താവിന് ലോകത്തിന് കൊടുക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഈ സാക്ഷിയെ നോക്കിക്കേ. അവൻ്റെ കണ്ണുകൾ കണ്ടില്ലേ? അവൻ്റെ മുഖം കണ്ടില്ലേ? അവൻ്റെ നെറ്റി കണ്ടില്ലേ? അത് ദൈവദൂതന്മാരെ തിളങ്ങുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എസ്തപ്പാന് ശത്രുക്കളുടെ മുഖത്തേക്കല്ല നോക്കിയത്. ബൈബിൾ ഒരു സമീപനമാണ്. സാക്ഷ്യം ഒരു സമീപനമാണ്. ക്രിസ്തു സാക്ഷികളെ ഒരു സമീപനമാണ്. എന്താണ് ക്രിസ്തു സാക്ഷി നോക്കിയത്? കല്ലുകളെയല്ല നോക്കിയത്. തന്നെ ആക്രമിക്കാൻ പോകുന്ന കല്ലുകളെ, പറന്നു വരുന്ന തൻ്റെ ചങ്കിനും നെറ്റിക്കുന്നേരെ പറന്നു വരുന്ന കല്ലുകളെയല്ല നോക്കിയത്. എസ്തപ്പാൻ ശത്രുക്കളുടെ മുഖത്തേക്ക് അവർ നോക്കിയത്.
എസ്തപ്പാൻ എവിടെയാണ് നോക്കിയതെന്ന് സകലത്തിന് നിമിഷങ്ങളിൽ സാക്ഷികൾ എങ്ങോട്ട് നോക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയും. ഇത് കർത്താവിൻ്റെ വചനം മാത്രമേ ലോകത്തോട് അങ്ങനെ ധൈര്യമായിട്ട് പറയത്തുള്ളൂ. എസ്തപ്പാൻ എവിടെയാണ് നോക്കിയത്? അവൻ മുകളിലേക്ക് നോക്കിയെന്നാ അല്ലേ? സകല സമയങ്ങളിൽ സാക്ഷികൾ എവിടെയാണ് നോക്കണത്? മുകളിലേക്ക് നോക്കും. താഴേക്ക് നോക്കത്തില്ല, നിരാശപ്പെടത്തില്ല. ആരെയും ശത്രുക്കൾ ആരാണെന്ന് നോക്കത്തില്ല, വൈരാഗ്യം വർദ്ധിപ്പിക്കത്തില്ല. പിന്നെ ആരെ നോക്കും? ദൈവത്തെ നോക്കും. ദൈവപൈതലെ, ഇതിനേക്കാൾ വലിയ സന്ദേശം എന്തുണ്ട് ലോകത്തിന് കൊടുക്കാൻ? നടപടി പുസ്തകം 7:55 എസ്തപ്പാൻ മുകളിലേക്ക് നോക്കി. ആരെക്കാണ് മുകളിലേക്ക് നോക്കിയത്? ഈ സഹനത്തെ ജയിച്ച ഒരാളുണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ, അവനെ നോക്കിയതാണ്. അപ്പോൾ ആകാശം തുറന്നിരിക്കുന്നത് കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചവനെ കണ്ട് കൈയിടിച്ച് കിടന്നാണ്. അതുണ്ടാക്കിയവരെ നോക്കിക്കൊണ്ട് വൈരാഗ്യവും മത്സരവും നിരാശയും തോന്നാതെ കർത്താവേ, എല്ലാ സഹനങ്ങളെയും മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറിയ മഹത്വരാജനെ നോക്കുവാനുള്ള വിശ്വാസത്താൽ പ്രത്യാശയാൽ ഞങ്ങളെ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെ വലതു ഭാഗത്ത് ഈ ആരെയാണ് സ്റ്റീഫൻ കണ്ടത്? ഉയർത്തെഴുന്നേറ്റ ഈശോനെ. എന്നാ വലതു ഭാഗത്ത് കാണാൻ കാര്യം? കർത്താവിൻ്റെ വചനം പറഞ്ഞ എന്താണെന്ന് അറിയാവോ? രോഗമായാലും പീഡയായാലും സങ്കടമായാലും ശത്രുതയായാലും എല്ലാം ജയിച്ചവനാണ് കർത്താവ്. അവൻ പിതാവിൻ്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. ആ വലതുഭാഗത്ത് ഇരിക്കുന്നവൻ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. എന്താ സംസാരിച്ചത്? ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ വലതുഭാഗത്ത് നിൻ്റെ കാൽച്ചുവട്ടിലാക്കുന്നത് വരെ നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. സങ്കീർത്തനം 110:1 അത് പറഞ്ഞ്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നത് വരെ നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. അപ്പം പിതാവിന് വലതുഭാഗത്ത് കർത്താവ് ഉപവിഷ്ടനായിരിക്കണം. എന്തിനാ? നമ്മുടെ ശത്രുക്കളെ നമ്മുടെ കാൽപാദം കൊണ്ടുവരാനാണ്. അത് ക്യാൻസർ ആയാലും അത് കടമായാലും നിന്റെ ശത്രുക്കളെ നിന്റെ ദൈവം മരിച്ചുയർന്നേറ്റവൻ നിന്റെ പാദത്തിൽ കൊണ്ടുവരും. കാര്യം അവൻ മരിച്ചുയർന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്താണ് ഉപവിഷ്ടനായിരിക്കുന്നത്. കൈയിട്ടിച്ച് കരുതാണ് പരമദിവ്യകാരുണ്യത്തിന്. എസ്തപ്പാനോസിന് ഒരു ശത്രു ഉണ്ടായിരുന്നു. അയാളെ കാൽച്ചു വെട്ടിക്കൊണ്ടുവന്നായിരുന്നു ആ ഒറ്റ നോട്ടം കൊണ്ട്. എസ്തപ്പാൻ്റെ ശത്രു ആരായിരുന്നു? സാവൂൾ. ആ ഒറ്റ നോട്ടം കൊണ്ട് അയാളെ ശത്രുവിനെ കാൽച്ചുവെട്ടി കൊണ്ടുവന്നു. അയാൾ ആരാക്കി മാറ്റി? പൗലോസ്. കൈയടിച്ച് കർത്താവ്. ശത്രുവിനെ കാണുമ്പോൾ മേലോട്ട് നോക്കണമെന്ന് പിന്നെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? എസ്തപ്പാൻ്റെ നോട്ടം കണ്ട് മാനസാന്തരപ്പെട്ട സാവൂളാണ് പറഞ്ഞത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൂടെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. കൊളോസ്യസ് 3:1. പിന്നീട് സാവൂളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാര്യം സാവൂൾ ഇവിടുന്ന് പഠിച്ചതാണ്. ശത്രുത കാണുമ്പോൾ, രോഗം കാണുമ്പോൾ, പീഡ കാണുമ്പോൾ സാവൂളിനെ പോലെ എസ്തപ്പാനെ പോലെ മേലോട്ട് നോക്കണം. അവൻ്റെ മേലോട്ട് നോട്ടമാണ്. എന്നെ സാവൂളായിരുന്നു എന്നെ ഇന്ന് പൗലോസാക്കി മാറ്റിയെങ്കിൽ എൻ്റെ വിശ്വാസികളെ നിങ്ങളും പീഡകളുടെ മുമ്പിൽ, പീഡകളുടെ മുമ്പിൽ, രോഗത്തിന് മുമ്പിൽ, എല്ലാ തകർച്ചകളുടെ മുമ്പിൽ നോക്കേണ്ടത് ദൈവത്തെയാണ്. അതാണ് കൊളോസ്യസ് 3:1. നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഉന്നതങ്ങളുടെ കാര്യങ്ങളാണ്. കൈയിടിച്ച് കർത്താവ്. കയ്യൊപ്പ് പ്രാർത്ഥന സമയമാണ്. ഉദരരോഗികൾ വീണ്ടും ഉദരത്തിൽ തന്നെ കൈവെക്കുക. എന്നെ ശ്രമിക്കുന്ന മക്കൾ എല്ലാ രാജ്യങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിലെ ലൈവായി പങ്കെടുത്തുകൊണ്ട് ഈ ആരാധന കൂടുന്നവരും, ഈ ആരാധന ഈ മാസം ജനുവരി മാസം അവസാനം വരെ കൂടുന്ന എല്ലാവരും അവരാരാധന കൂടുന്ന സമയത്ത് കൈവച്ച് അവിടെ ഉദരഭാഗങ്ങളിലും ശരീരത്തിൽ എവിടെയെല്ലാം വേദനയും രോഗവുമുണ്ട് അവിടെയെല്ലാം ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ രക്തം പൊടിയാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പരിശുദ്ധമ്മ ഈശോയുടെ തിരുസന്നിധി നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവിക രോഗസൗഖ്യത്തിൻ്റെ സമയമാണ്. പിസ്തുല രോഗികൾ, PCOD രോഗികൾ, ഫിഷർ രോഗികൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നി രോഗികളെയൊക്കെ കൈവച്ച് ഇപ്പോൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ
എൻ്റെ രോഗാതുരമായ സ്ഥലത്ത് നിന്റെ നാമത്തിൽ ഞാൻ കൈവെക്കുന്ന ഈശോ, എൻ്റെ പാവപ്പെട്ട കൈകളെ നിന്റെ തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. Lord Jesus, pour out your spirit. I command you, in the name of Jesus Christ, to be healed. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചിൽ രോഗമുള്ളവർ ഇപ്പോൾ നെഞ്ചിൽ കൈവെക്കേണ്ടതാണ്. അതായത് ഹൃദയരോഗം, ഹൃദയത്തിൻ്റെ ബ്ലോക്കുള്ളവർ, ഹൃദയത്തിൻ്റെ ഞരമ്പുകളെ ശോഷിക്കുന്നവർ. ഇന്ന് ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടു. ഉടമ്പടി എടുത്തവർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. നിനക്ക് നെഞ്ചുവേദന ഇല്ലെങ്കിലും നിൻ്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ ശത്രുക്കൾക്കോ ഉണ്ടെങ്കിലും യേശുനാമത്തിൽ ഇപ്പോൾ അവരുടെ പേരിൽ അവരുടെ സൗഖ്യത്തിനായി നിൻ്റെ നെഞ്ചിൽ നിനക്ക് യേശുനാമത്തിൽ കൈവെക്കാവുന്നതാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ. കരളിന് അസുഖമുള്ളവർ, ഫാറ്റി ലിവറുകാർ, ബിൽഡ്രൂബിൻ കൂടുതലുള്ളവരൊക്കെ എല്ലാം നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക. ഫാറ്റി ലിവറുകാർ നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ച് പൊതിഞ്ഞ് കൈവെക്കുക. ആസ്മ രോഗികൾ, വലിവ് രോഗികൾ, ശ്വാസം മുട്ടുള്ളവർ, ആവശ്യമായ ഓക്സിജൻ പതിര ശ്വാസകോശങ്ങൾ അബ്സോർബ് ചെയ്യാത്തവർ, ശ്വാസ തടസ്സമുള്ളവർ അതിശക്തമായ യേശുനാമത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch the fire finger, soak with the precious blood. I command you, in the name of Jesus Christ, to be healed. തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. ടോൺസൈറ്റ് രോഗികൾ, പിൻകഴുത്തിന് വേദനയുള്ളവർ, സ്പൊണ്ടിലോസിസ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. ശിരസ് രോഗമുള്ളവർ, ശിരസിൻ്റെ രോഗങ്ങൾ, ആയിട്ടുള്ള മുഴുവൻ രോഗങ്ങളും, തലച്ചോറിൻ്റെ രോഗങ്ങളും, തലച്ചോറിൻ്റെ സൂക്ഷ്മ ഞരമ്പുകളിലെ ബ്ലോക്കുകളും, രക്തോട്ടമില്ലാത്തവരുമൊക്കെ ഇന്ന് മൊത്തം കരിഞ്ഞ് നിക്കോട്ടിനെ അടിച്ച് കരിഞ്ഞു പോയി ഞരമ്പുകൾക്ക് ഉടമ്പടി തൈലം തേച്ചപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചതായിട്ട്, രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായിട്ട് നമ്മൾ സാക്ഷ്യം കേട്ടതായിരുന്നു. എല്ലാ ഞരമ്പുകളും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. നെറ്റിയിലും കഴുത്തിലും കൈവെക്കുമ്പോൾ കർണശൂലങ്ങൾ, കർണത്തിനുണ്ടാകുന്ന പഴുപ്പുകൾ, ഒരു രോഗിയുടെ മുതുകിൽ അവനറിയാതെ വെന്റിലേറ്ററിൽ ജോൺസൺ കൊല്ലം ആശ്രമം വെച്ച നിമിഷങ്ങളിൽ പൂർണ്ണമായി മരിച്ചുകൊണ്ടിരുന്ന ആൾ ജീവിതത്തിലൂടെ തിരിച്ചു വന്ന് കണ്ണ് തുറന്നതായിട്ട് നമ്മൾ സാക്ഷ്യം കേട്ടതാണ്. അതുപോലെയുള്ള മഹാസംഭവങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്ന ഇടമാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, കണ്ണ് കാണാത്തവരെ, ചെവി കേൾക്കാത്തവരെ, നാക്ക് സംസാരമില്ലാത്ത തൈറോയ്ഡ് രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, തലച്ചോറിന് അസുഖമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ 15 കൊല്ലത്തിന് ശേഷം ഉടമ്പടി എടുത്തപ്പോൾ, മക്കളില്ലാത്തവർ ഉടമ്പടി എടുത്തപ്പോൾ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ, 20 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് 2 കുഞ്ഞുങ്ങളെ, 14 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് 2 കുഞ്ഞുങ്ങളെ, അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു കാലമായിരുന്നു നവംബർ മാസം. അതുപോലെ തന്നെ അനുഗ്രഹം തുടരുന്ന സൂചനയാണ് ഇന്നത്തെ സന്ദേശത്തിലും സാക്ഷ്യത്തിലും കിട്ടിയത്. ഇപ്പോഴ് അടിവയറ്റിൽ എന്ത് പറഞ്ഞാലും, വൈദ്യശാസ്ത്രം, റീസൺ, മെറിറ്റ്, യോഗ്യത എന്നാ പറഞ്ഞാലും വിശ്വാസത്തിന് ആണ് വിശ്വാസം ജീവിക്കണത്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് ഹെബ്രായർ 10:34 എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് കർത്താവെ ഞങ്ങളെ കൈവെക്കണത്. ഈ കല്ലിൽ നിന്ന് എബ്രാഹിം സന്ധി ജനിപ്പിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ടില്ലാത്തവർ, പലതരം ജനിതകമായ തടസ്സങ്ങളുള്ള യേശു ക്രിസ്തുവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out your spirit, the fire finger, soak with the precious blood. I command you. നമ്മൾ ഹോൾ ബോഡി സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്.
നമ്മുടെ മുഴുവൻ ശരീരവും സമർപ്പിക്കാൻ പോവുകയാണ്. ആന്തരിക അവയവങ്ങൾക്ക് കേടുള്ളവർ, നഖം മുതൽ ശിഖ വരെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി നീ സ്വസ്തിക അടയാളത്തിൽ കൈ പൊതിഞ്ഞ്, ശരീരം പൊതിഞ്ഞ് കൈവെക്കുക. ആന്തരിക അവയവങ്ങൾക്ക് കേടുള്ളവർ, നിറവ്യത്യാസമുള്ളവർ, കോശങ്ങൾ ദ്രവിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവർ, പുതിയ കോശങ്ങൾ ഉണ്ടാവാത്തവർ, പുതിയ കോശങ്ങൾ രക്തത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും കോശങ്ങൾ ഇല്ലാത്തവർ, HP കുറവുള്ളവർ, ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ ക്യാൻസറിൻ്റെ അംശം രക്തത്തിലുള്ളവർ, കൈ കൊണ്ട് ശരീരം പൊതിഞ്ഞ് കർത്താവിന് കാഴ്ചയായി കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. നഖം മുതൽ ശിഖ വരെ കർത്താവെ രക്തം പ്രവേശിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും എന്നെ മോചിക്കുന്ന യേശുക്രിസ്തു രക്തം ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധമായ രക്തം, മരുന്നോ ലേപനമോ അല്ല കർത്താവെ. നിൻ്റെ തിരുരക്തത്താലാണല്ലോ ഞങ്ങൾ വീണ്ടെടുത്തത്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ വാതരോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ, മുഴുവൻ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിക്കുന്ന സമയമാണിത്. ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ജീവിത ആനുകൂല്യങ്ങൾ, ദൈവ അനുഗ്രഹങ്ങൾ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സാമ്പത്തിക പരാധീനതകളിൽ വിഷമിക്കുന്നവർ, ബാങ്ക് ജപ്തി നടപടിക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, വിവാഹത്തിന് പണമില്ലാത്തവർ, ജോലി ഇല്ല, വീടില്ല, വിവാഹമില്ല, ഒന്നുമില്ലാണ്ട് വല്ലാതെ വേദനിക്കുന്നവർ, പലതരത്തിലും പരാജയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ആര്യ പറഞ്ഞതുപോലെ എനിക്ക് ദൈവത്തോട് അരിശമായിരുന്നു, കാര്യം ഞാൻ തോറ്റുപോയതാണ് ജീവിതത്തിലെന്ന്. അങ്ങനെ തോറ്റുപോയ മക്കളെ ജയിപ്പിക്കാൻ തന്നെയാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപറക്കുന്നവരെ പോലെ കാലാപറക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിറകിലായിപ്പോയി, എൻ്റെ കർത്താവിൻ്റെ മുന്നിലെത്തിച്ചു എന്ന് നമ്മുടെ ഹോസേയായാലും ഒക്കെ വായിക്കും. അപ്പോഴേ അതുപോലെ തന്നെ കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും എന്ന് നീ ഉടമ്പടിയിലൂടെ ദൈവത്തോട് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ നിമിഷങ്ങളാണ്. കർത്താവ് ഇടപെടുന്ന സമയമാണ്. അതുകൊണ്ട് നീ സന്തോഷമായിരിക്കുക. നിൻ്റെ ജീവിത സങ്കടങ്ങളെ, വേദനകളെ കർത്താവിനെ ഏൽപ്പിക്കുക. ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ, യോഗ്യതാ പരീക്ഷ, നൈപുണ്യ പരീക്ഷ, അങ്ങനെയെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ പോണവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി നിൻ്റെ സങ്കടങ്ങൾ കർത്താവിന് തിരുസന്നിധിയെ സമർപ്പിക്കട്ടെ. വീടില്ലാത്തവർ, വീട് കടമായി പോയവർ, ഒറ്റയ്ക്ക് പാട്ടത്തിനൊക്കെ താമസിക്കുന്നവർ, കർത്താവ് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരണവർ, പുതിയ വാടക വീട് ഇനി പകുതി കൊടുക്കാൻ പണമില്ലാത്തവർ, വഴി ആധാരമായി പോയ അനാഥപ്പരായി പോയല്ല കർത്താവെ ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവരുടെ മേൽ അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവിൻ്റെ വലിയ മധ്യസ്ഥം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കൾക്കും സന്തോഷത്തിൻ്റെ സത്വാർത്ത അവർക്ക് ലഭിക്കുവാൻ യേശു ഇടപെടട്ടെ. ഉള്ളത് ഈശോ ജീവനോടെ എഴുന്നള്ളി വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു. അമ്മ അരികെ നിൽക്കുന്നു. അമ്മ മധ്യസ്ഥം വായിക്കുന്നു. സമയമാകാത്ത സമയത്തെ ആക്കിയെടുക്കാനുള്ള മധ്യസ്ഥത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ് ഇടുക, ഡേറ്റും സമയം കുറിക്കുക. എത്രയോ ഡേറ്റും സമയം കുറിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടതാണ്. നിൻ്റെ ജീവിതത്തിന് എന്നെ ശ്രമിക്കുന്ന വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ, നാടുകളിൽ, ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഈ സമയത്ത് ലൈവായി ശുശ്രൂഷ കൂടുന്നവർ മൊബൈലിൽ അവിടെ ഡേറ്റ് ഇടുക. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. സ്ഥലം വയ്ക്കാനുള്ള ഡേറ്റ്, സ്ഥലം വാങ്ങാനുള്ള ഡേറ്റ്, വീട് വെക്കാനുള്ള ഡേറ്റ്, പരീക്ഷാ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്, യാത്ര ഡേറ്റ്, വിദേശത്തേക്ക് പോകാനുള്ള ഡേറ്റ്, തിരിച്ച് വരാനുള്ള ഡേറ്റ്, കേസ് വിചാരണയുടെ ഡേറ്റ്, അങ്ങനെ എന്തെല്ലാം പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിനക്കുണ്ട് അതെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും
സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സൃഷ്ടികർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലവും അനുഗ്രഹത്തിൻ്റെ സമയവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ നിശ്ചയിക്കുവാൻ വേണ്ടി എല്ലാ സമയത്തെയും ഡേറ്റിനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ. സമയത്തിൻ്റെ സങ്കടങ്ങൾ, സമയത്തിൻ്റെ ബാധ്യതകൾ, എല്ലാ തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ഛനത് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴ് പരിശുദ്ധമ്മ വഴി ഏൽപ്പിക്കുക. മക്കളുടെ ദുർനടപ്പ്, തെറ്റായ ബന്ധങ്ങൾ, മാനസിക രോഗങ്ങൾ, ഫിക്സ്, എപ്പിലെപ്സി, അപസ്മാരം, എന്തെങ്കിലും രോഗങ്ങളോ നിൻ്റെ ജീവിത അവസ്ഥകളോ, ചില രേഖകൾ കിട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് റെഡിയാകണില്ല, അത് വരുന്നില്ല, PR വരുന്നില്ല, എല്ലാ രേഖാമൂലമുള്ള പേപ്പർ സബ്മിറ്റിംഗ് ആയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പോഴേ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ശത്രുക്കൾ, നിന്നെ ഭീഷണിപ്പെടുത്തുന്നവർ, നിന്നെ അനങ്ങാൻ അനുവദിക്കാത്തവർ, അവരുടെ കടുത്ത മനസ്സുകൾ, വീട്ടിലും നാട്ടിലും അയൽവാസികളും എല്ലാം ഉണ്ടാകുന്ന നിന്നെ വിഷമിപ്പിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പാകോടുപടി നടക്കാത്ത അവസ്ഥകൾ, കേസ് തീർപ്പാകാത്തത്, ജഡ്ജിമെൻറ്റ് വരാത്തത്, ജഡ്ജിമെൻ്റ് കൈ കിട്ടാത്തത്, പലതരത്തിൽ നിയമപരമായ ഭീഷണികളും സങ്കടങ്ങളും നിസ്സഹായാവസ്ഥകൾ, ചില സമയത്ത് വക്കീൽമാർ വരെ കാലുമാറുന്ന സങ്കടങ്ങൾ ഇവിടെ വന്ന ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിയമ തടസ്സങ്ങൾ ചെന്ന് പെടുന്നവരെ എല്ലാം, നിൻ്റെ എന്തെല്ലാം വിഷയമാണ് നിന്നെ അലട്ടണ ദൈവവേദനെ, അതെല്ലാം ദൈവത്തിന് ഏറ്റവും ശ്രദ്ധിക്കുന്നതാണ്, നീ അറിയണം. അതെല്ലാം പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. പഠിക്കാത്ത മക്കൾ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത മക്കൾ, വീഡിയോ ഭ്രാന്തന്മാർ, വീഡിയോ ഗെയിംസിൻ്റെ ഭ്രാന്തന്മാരുണ്ട്. എപ്പോഴും മൊബൈലുമായിട്ട് ഇരുന്ന് പ്രാർത്ഥന പോലും ഇല്ലാത്ത, വിശ്വാസമില്ലാത്ത, പള്ളിയിൽ ദൈവകുർബാനയുമായി ബന്ധമില്ലാത്ത, പലതരത്തിലുള്ള പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, ഇരുട്ട് കയറി കിടക്കുന്നവർ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരെ എല്ലാം സമർപ്പിക്കുക പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക്. നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, പുതിയ കാലത്ത് ഇന്ന് ദൈവം തന്ന ഒരു വർഷം ഇന്ന് സമാപിക്കുകയാണ്. അതുകൊണ്ട് ഈ ആശീർവാദത്തിന് വളരെ ഗൗരവതരമായ വിലയുള്ളതാണ്. ഒരു വർഷം മുഴുവൻ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. സമാപന ആശീർവാദം മുമ്പ് ഈ ആശീർവാദം ശിരസ്സ് ഏറ്റുമേടിക്കുമ്പോൾ നിൻ്റെ സമയത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിലെന്ന് ഓർക്കണം. ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോണത് ഇപ്പം തന്നെ സമർപ്പിക്കുക. ഉടമ്പടി 1ഉം 2ഉം പുതുക്കുന്നതിന് തടസ്സമില്ല. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ പുതുക്കി കിട്ടാം. പക്ഷേ 3ാമത് പുതുക്കുന്നതിന് സ്വീകാര്യമായ സാക്ഷ്യം എഴുതി നൽകേണ്ടതാണ്. എഴുതി നൽകുന്ന സാക്ഷ്യം കൃപാസനത്തിൻ്റെ സീലും ഒപ്പും വാങ്ങിച്ച് നിങ്ങളുടെ ഉടമ്പടി പൗച്ചിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ 4ാം സാക്ഷ്യം പറയാൻ അനുവദിക്കത്തുള്ളൂ. 4ാം സാക്ഷ്യം ഉടമ്പടി ക്ലാസ്സിലാണ് പറയേണ്ടത്. 10,000 പേരുണ്ടാവും. ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ സാക്ഷ്യം പറയാം. 4ാമത് പുതുക്കണവർക്ക് സാക്ഷ്യം പറയാം. ഉടമ്പടി ബുക്ക്, സമ്പൂർണ്ണ സമാഹാരം, സാധ്യതാ പഠനങ്ങൾ, 4ാമത് പുതുക്കുന്നവർക്ക് പത്രം എടുക്കുന്നതിന് പകരം പുസ്തകം വാങ്ങിച്ചാൽ മതി. പത്രത്തിന് തരുന്ന അതേ കാർഡുകൾ പുസ്തകം വാങ്ങിച്ചാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്കത് അല്ലാത്തവർ നാലാം ഉടമ്പടി എത്താത്തവർ കൗണ്ടറിൽ ചോദിച്ചാൽ പുസ്തകം തരും. അഞ്ചാമത് പുതുക്കണമെങ്കിൽ ഉടമ്പടി ഫീച്ചേഴ്സുള്ള തനി ഉടമ്പടി സാക്ഷ്യങ്ങൾ തന്നെ മെയിൻ അൾത്താറയിൽ ലൈവായിട്ട് പറയേണ്ടതാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടാകണം. ഇപ്പോൾ ഉപവാസം മുടക്കണവരെ ഒരു ഉപവാസമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഒരു മാസം ഒരാഴ്ചയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യ പ്രവൃത്തികളോ രോഗികളെ സന്ദർശിക്കുന്ന അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൗൺസിൽ പരിശോധിക്കുന്നത്. അതിൻ്റെ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ വിഷയമാണ്. യേശുവിന് ലോകത്തിന് കൊടുക്കാനുള്ള മരിയൻ നടപടിയാണ്. സുവിശേഷ പ്രവർത്തനത്തിനുള്ള സുവിശേഷ സാഹിത്യങ്ങളുടെ പ്രാർത്ഥനാ വിതരണം, രോഗികളെ കാണുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, സമാധാനം സ്ഥാപിക്കുക, വഴക്കായിരിക്കുന്നവരെയും ദൈവമായിട്ട് അകന്നിരിക്കുന്നവരെയും കൂദാശ ജീവിതം ഇല്ലാത്തവരെയും ഇടവകയിലേക്ക് കൂദാശരെ കൊണ്ടുവരിക. അതെല്ലാം അവൻ പറഞ്ഞത് തന്നെയാണ്. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക, സമാധാനം സ്ഥാപിക്കുക, എല്ലാം സുവിശേഷ പ്രവർത്തനങ്ങളാണ്. ഇനി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞു. അതിന് 10% ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ചെയ്താണ് ഉടമ്പടി പുരോഗമിക്കുന്നത്, സാക്ഷിയാകണത്. അതിന് കർത്താവ് നമുക്ക് അഭിഷേകം തരും, നിത്യത വരെ അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് സാക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ സാക്ഷ്യാനുഭവം ഇല്ലെങ്കിൽ ഉടമ്പടി ഉഴപ്പിയെന്നാണ് കൃപാസനം ധരിക്കുന്നത്. പിന്നെ ഉടമ്പടി മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. ചില ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട്, പക്ഷേ പറയാൻ നാട്ടുകാരെ പേടി, അവർ വീട്ടുകാരുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ തന്നെ നിർബന്ധിക്കുന്ന കാര്യം. അങ്ങനെ പേടി, കർത്താവിനെ സാക്ഷിക്കാൻ പേടിയുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. കർത്താവിനെ നാട്ടുകാരെ പേടിച്ചിട്ട് കർത്താവിന് സാക്ഷ്യം കൊടുക്കാത്തവരെ അവർ വേറെ പല കാര്യങ്ങൾക്കും സാക്ഷ്യം കൊടുത്ത് കാണത്തില്ല. ഈ പത്രമൊന്നും പ്രാർത്ഥിച്ച് കൊടുത്ത് കാണത്തില്ല. അപ്പം അങ്ങനെ പേടിയുള്ള ആൾക്കാരൊന്നും ഉടമ്പടിയിൽ പുരോഗമിക്കാൻ അനുവദിക്കത്തില്ല. പിന്നെ മെസ്സേജ് വരണം എപ്പോഴും 4 മുതലാണ്. 4 ഉടമ്പടി 3 മാസം പുതുക്കിയ സാക്ഷ്യത്തിൻ്റെ പേപ്പർ കയ്യിലുണ്ട്, കൃപാസനം സീൽ ചെയ്ത പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം കൊണ്ട് മെസ്സേജ് കർത്താവ് തരുമെങ്കിൽ ഞാൻ തരും. മെസ്സേജ് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതെപ്പോഴും ഓർത്തേക്കണം. 3 സാക്ഷ്യത്തിൻ്റെ പേപ്പറുള്ള 3 പുതുക്കിയ തൊട്ടാണ് കൗൺസിലിന് മെസ്സേജ് തരണത്. അത് 4-നും 5-നും ഒക്കെ തരും. നിങ്ങൾ എന്തുമാത്രം സ്പെയർ ടൈം കർത്താവുമായിട്ട് എടുത്തിട്ടുണ്ട്, അത്രയും സമയം അച്ഛൻ നിങ്ങളുമായിട്ട് ചിലവഴിക്കും, കൃപാസനങ്ങൾ ചിലവഴിക്കും. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം ചെയ്യണത്. വളരെ സീരിയസ് ആണ് വിഷയങ്ങൾ. നിങ്ങൾ വളർന്നു വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ്, ദൈവത്തിൻ്റെ ആളാണ് നിങ്ങളുടെ കുടുംബം എന്ന് ഉറപ്പ് വരുത്തണം. ഇടവകയും സഭയുമായി നിങ്ങൾ ഇതിനേക്കാൾ സുന്ദരമായ സംവിധാനം ദൈവം നമുക്ക് തരാനില്ല. ആ സഭയുടെ മുഴുവൻ ചൈതന്യത്തിലാണ് നിങ്ങൾ ജീവിക്കണതെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് വരുത്തുന്നതിന് പകരമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കൗൺസിലേഴ്സ് എല്ലാം മറ്റ് ധ്യാന കേന്ദ്രങ്ങളെക്കാൾ ഉപരി ഇവിടെ ചില പൊട്ടലും ചീറ്റലുമൊക്കെ കൗൺസിലർമാരായിട്ട് ഉണ്ടാകുന്ന കാര്യം അത് ഉടമ്പടി ആയതുകൊണ്ടും വിശ്വസ്തത പാലിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും ഉടായ്പകാരെ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പോലുള്ള ശാന്തതയും സൗമ്യതയോ ഒന്നും കൗണ്ടറിലില്ല. അതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഉടമ്പടി ഉഴപ്പിക്കാണും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു മാസം വരേണ്ടതിന് പകരം വരാതെ വല്ല നാത്തിനെയും വിട്ട് പത്രം എടുപ്പിച്ച് പത്രത്തിൽ ചീട്ട് കാണിച്ച് കാണാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉള്ളതാണ് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് തുടരെ ചിലപ്പോൾ വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് 3 കാർഡുകൾ ഏതെങ്കിലും മാസത്തെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞു, ഇന്നത്തെ കൊണ്ട് കഴിഞ്ഞു, അടുത്ത മാസം മുതൽ പുതിയ മാസമല്ലേ, ആ പുതിയ മാസത്തെ കാർഡുകളാണ് കാണിക്കേണ്ടത്. പിന്നെ അത് അന്തിമ തീരുമാനം കൗൺസിൽ എടുക്കും. നിങ്ങൾ മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോകുന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് സഹതാപവും സ്നേഹമൊക്കെ കാണിക്കും. പക്ഷേ നിങ്ങൾ ഉടമ്പടി ബ്രേക്ക് ചെയ്താൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അത് പാപമൊന്നുമല്ല, പക്ഷേ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാണ്. അതുകൊണ്ട് കുമ്പസാരിക്കൊന്നും വേണ്ട പോയി. പക്ഷേ നിങ്ങൾ മനസ്താപകരണം ചെല്ലണം. ഒരു പ്രാർത്ഥന മുടങ്ങിയാൽ മനസ്താപകരണം ചെല്ലണം. കാര്യം നമ്മൾ ദൈവത്തോട്, പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടല്ലേ ചെയ്തിരിക്കണം, ഈശ്വരനോട് ചെയ്ത ഉടമ്പടിയല്ലേ. അപ്പോൾ നമുക്കൊരു മുടങ്ങി വരുമ്പോൾ അതെല്ലാം നന്മ തന്നെയേ ഉള്ളൂ, എല്ലാം മുഴുവൻ നന്മയല്ലേ. ആ ദൈവം അങ്ങനെ ഒരു അവസരം തന്നിരുമ്പോൾ
അതിൻ്റെ തലംഭാവം കാണിക്കുക ചെയ്യുമ്പോൾ ഒരു മനസ്താപനം ചൊല്ലിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ സന്തോഷമായിരിക്കുക, ദൈവത്തോട് നന്ദി പറയുക. പിന്നെ വയനാടുകാർ കുറേ പേര് വാട്സപ്പിൽ സങ്കടപ്പെട്ട് പറഞ്ഞത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഞങ്ങൾ കർഷകരാണ്, ഞങ്ങൾക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം വരാൻ പറ്റത്തില്ല ചാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് മാറ്റുകയാണ്. ഉടമ്പടി ഇപ്പോൾ ചില എറണാകുളംകാരും ആലപ്പുഴക്കാരും കംപ്ലയിൻറ്റ് ചെയ്ത് അച്ഛാ അവർക്ക് മാത്രമേ പുതുക്കി കൊടുക്കത്തുള്ള, ഞങ്ങൾക്കും പുതുക്കി തരത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അത് അല്ലെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി വേറൊരു ദിവസം വരണ്ടേ, ഒരു ദിവസം പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് പുതിയ കൊല്ലം ഇന്ന് മുതൽ എല്ലാവർക്കും ഏത് ജില്ലക്കാർക്കും പുതുക്കാം. പ്രാർത്ഥന കഴിയുമ്പോൾ 4 മണിക്കേ തുടങ്ങത്തുള്ളൂ. 4 മണിക്ക് ക്ലാസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഉടമ്പടി ഏത് ജില്ലക്കാർക്കും പ്രാർത്ഥനാ ദിവസം തന്നെ എടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കാൻ വന്ന ദിവസം തന്നെ, അതായത് ആരാധനയ്ക്ക് വന്ന ദിവസം തന്നെ നിങ്ങൾക്ക് എടുക്കാത്തവർക്ക് ഉടമ്പടി എടുക്കുകയും ചെയ്യാം, പുതുക്കാത്തവർക്ക് പുതുക്കുകയും ചെയ്യാം. അതിന് ജില്ലയൊന്നുമില്ല, ഏത് ജില്ലക്കാർക്കും എടുക്കാം. അകത്തും പുറത്തും ഉള്ളവർക്കെല്ലാം എടുക്കാം. ആൾക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കേട്ട് മനസ്സിലാക്കിയാണ് പുതിയ കൊല്ലം കൃപയുടെ ഒരു വർഷം നമ്മൾ തുടങ്ങാൻ പോണത്. ഇന്ന് മുതൽ അത് ആരംഭിക്കുകയാണ്. 4 മണിക്കാണ് ക്ലാസ്. പക്ഷേ ക്ലാസ് ആണ് മെയിൻ സംഭവം. ക്ലാസ് കഴിയാതെ ഫോം തരത്തില്ല. കാര്യം നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി, ഇപ്പോൾ ഇന്ന് കാശുരൂപം കിട്ടും, അറിയാമല്ലോ. 4:30 മണിക്കാണ് കാശുരൂപത്തിൻ്റെ കൗണ്ടർ തുറക്കുന്നത്. ഇവിടുത്തെ രോഗികളൊന്ന് പ്രാർത്ഥിച്ച് ഒതുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. രോഗികൾക്ക് എപ്പോഴും പ്രാർത്ഥന ഉണ്ട്, അതിന് ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. ക്യാൻസർ രോഗികൾ, കരൾ രോഗി, കിഡ്നി രോഗികൾ, മെയിൻ രോഗികളെല്ലാം 70 ചീട്ട് വരെ കൊടുക്കും. അപ്പം അത് കൗണ്ടറിൽ നിന്ന് കിട്ടും. അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടായിരിക്കും. കാശുരൂപം നഷ്ടപ്പെട്ടവരുണ്ട്, കാശുരൂപം അപ്പോൾ ഡാമേജ് കാശുരൂപം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചീട്ടെടുക്കണ്ട, ചീട്ടെടുക്കാതെ തന്നെ ഡാമേജ് കാശുരൂപം കൊണ്ട് നിന്നാൽ മതി. അതിനുവേണ്ടി കൗണ്ടറിൽ പോയി ബുദ്ധിമുട്ടുണ്ട്. ഡാമേജ് കാശുരൂപം കയ്യിലുണ്ടായാൽ മതി. അത് വാങ്ങിച്ചിട്ട് പുതിയ ഉടമ്പടി കാശുരൂപം തരും. അത് പണത്തിനല്ല കൊടുക്കുന്നത്, അറിയാമല്ലോ. കാര്യം നമുക്കതിൻ്റെ അകത്ത് വില പറയാൻ പറ്റത്തില്ല, അത്രയും അമൂല്യമാണ് ഉടമ്പടി കാശുരൂപം. ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടില്ലേ, വെന്റിലേറ്ററിൽ മരിച്ചു കിടന്ന ഡെഡ് ബോഡിയുടെ താഴെ കൊണ്ടുപോയാണ് ഈ ഉടമ്പടി കാശുരൂപം വെക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ഐ വിൽ കം വിത്ത് യു എന്ന് പറയുന്നതിൻ്റെ അടയാളമാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണെന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവം കൊണ്ട് അമ്മ തെളിയിച്ചു തരികയാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾ ഉടമ്പടി കാശുരൂപം കൈമാറരുത്. പിന്നെ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുള്ളവരുണ്ട്, അവർക്കാണ് വേറെ ഉടമ്പടി കാശുരൂപം വേറെ തരണത്. 2 കളറാണ് തരണത്. ഡാമേജ് കാശുരൂപം തന്നാൽ കറക്റ്റ് നിങ്ങൾ തന്ന കാശുരൂപം തന്നെ തരും. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുത്ത് ദുബൈയിലേക്ക് വിട്ടെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇങ്ങനെ കളഞ്ഞു പോയെന്ന് പറഞ്ഞ കാര്യം. അതാണേ. അപ്പോൾ അവർ കള്ളത്തരം പറഞ്ഞ് മേടിക്കരുത്, അത് വിളിക്കാൻ തക്കണ പണ്ടാകും. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് എഴുതി കൊടുക്കണം. അവിടെ യേശുനാമത്തിൽ നഷ്ടപ്പെട്ടതാണെന്ന് കർത്താവിൻ്റെ നാമത്തിൽ വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഭയങ്കര സീരിയസ്. എന്നാൽ നിങ്ങൾക്ക് കൂപ്പൺ തരത്തുള്ളൂ, അല്ലാതെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കൈ നീട്ടിയാൽ കിട്ടത്തില്ല. നിങ്ങൾ വെള്ള പേപ്പർ എടുത്തിട്ട് എഴുതി കൊടുക്കണം, എൻ്റെ കാശുരൂപ ഇന്ന കാര്യത്തിൽ ഞാൻ കൊടുത്തു വിട്ടിരിക്കുകയാണ്, എൻ്റെ കാശുരൂപ ഇല്ല, ഉടമ്പടി കാശുരൂപ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതണം. ഈ പറഞ്ഞ കാര്യം ദൈവനാമത്തിൽ സത്യമാണെന്ന് കൂടി താഴെ എഴുതി വെക്കണം. കള്ളത്തരം പറഞ്ഞ് മേടിക്കാതിരിക്കാനാണ്. അപ്പം അങ്ങനെ കുറച്ച് അസുഖമുള്ളത്. പക്ഷേ ഉടമ്പടി പേപ്പർ കാണിക്കണം. അത് ഇപ്പോൾ പുതുക്കത്തിലുള്ളതാണെന്ന് നോക്കണം. പണ്ടെങ്ങാട്ട് ഉടമ്പടി ചെയ്തിട്ട് ഇന്ന് കാശുരൂപ മേടിക്കാൻ വന്ന ഓഫീസിൽ നിന്ന് കിട്ടത്തില്ല. എല്ലാം സ്ട്രിക്റ്റാണ്. കാര്യം ഉടമ്പടിയല്ലേ ഇത്. അത് കാരണം ആരും ഒരു പണിയും നടക്കത്തില്ല. അപ്പം നിങ്ങളെ പേപ്പർ ചോദിക്കും. അതുമേലുള്ള എല്ലാ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളുടെ ഒപ്പും കാര്യങ്ങളെല്ലാം ഡേറ്റ് എല്ലാം നോക്കും. അപ്പോൾ അവർ എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂപ്പണും തരും. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ലൈൻ ചെയ്യണം. ആദ്യം ഒറിജിനൽ കൊടുക്കും, ആദ്യം ഡാമേജ് കൊടുത്തതിന് മാറ്റിയിട്ട് പിന്നെ. അപ്പം നിങ്ങൾ തിരുത്തി വെക്കരുത്. ആദ്യം രോഗികളച്ഛൻ പ്രാർത്ഥിക്കും, അത് കഴിയുമ്പോൾ ഡാമേജ് കാശുരൂപം പ്രാർത്ഥിക്കും, കാശുരൂപ ഒറിജിനൽ കൊടുക്കും. അതിനുശേഷം കാശ് നഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം കൊടുക്കണ എല്ലാം ഒറിജിനലാണ് കേട്ടോ. അതിൻ്റെ അതൊരു വ്യത്യാസം. പ്രാർത്ഥനയെല്ലാം വെഞ്ചരിപ്പെല്ലാം ഒരേ പവറാണ്. പിന്നെ കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കാര്യം ഒരേ കളറിലുള്ള ഉടമ്പടി ഇപ്പോൾ ആ കാശ് വീണ്ടും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 ഉണ്ടാകത്തില്ല ഒരേ വീട്ടിൽ ഒരേ തരത്തിലുള്ള, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വ്യത്യാസം വരുത്തുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം 5 പുതുക്കിയവരെ കാണും. അതിനെ പുതുക്കിയതിന് ശേഷം 4 പുതുക്കിയവരെ കാണും. അതിനുശേഷം 3 പുതുക്കിയവരെ കാണും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മണി 9 ആവും. നേരത്തെ ദിവസം ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപ്രമാണം ചെയ്യലേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit
the paraffin can, soaked with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the benefits of the Holy Priesthood, I bless and honor you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ഈ നേർച്ച വസ്തുക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസപ്രമാണ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നമ്മളെ അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കായി